ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് നമുക്ക് നട്ടു വളർത്തിയാൽ നല്ല ഐശ്വര്യം വരുന്ന ചെടികളെ പറ്റിയാണ്. അപ്പം ഇത് ഒറ്റയ്ക്കല്ല നടേണ്ടത്, 2 ചെടികൾ ഒന്നിച്ചാണ് നടേണ്ടത്. എന്നാലും നമുക്ക് അതിനുള്ള ആ ഒരു ഐശ്വര്യം നമ്മുടെ വീടിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ വശങ്ങളിൽ എങ്ങനെയൊക്കെ ചെടികൾ നട്ടാലാണ് നമുക്കത് ഗുണകരമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഞാനും കുറച്ച് ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഇതെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ചെടിയാണെങ്കിലും മതി. ഇത് മുഴുവനും ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും 1 2 ചെടികൾ നട്ടാലും മതി. ഇനി ആ ഒരെണ്ണമായിട്ടല്ല കേട്ടോ, ഈ 2 ചെടികൾ ഒന്നിച്ച് ഇതിലേതെങ്കിലും ഒരു സെറ്റ് ഒരെണ്ണമായിട്ട് നട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരികയും ചെയ്യും. നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റും. കടബാധ്യതകൾ കുറയും, നമുക്ക് ധനവരവ് കൂടും. അങ്ങനെയൊക്കെയാണ്. ഇത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഇതൊക്കെ കുറേയൊക്കെ ഇതിനകത്ത് ശരിക്കും സത്യങ്ങളുണ്ട്. ഈ വാസ്തു ഇതിലൂടെയൊക്കെ പറയുന്നവരൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യങ്ങളാണ്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത്. ഞാൻ ഇന്നാളൊരു ദിവസം വീഡിയോ പറഞ്ഞായിരുന്നു, വടക്കുവശത്ത് ശംഖുപുഷ്പം നടുന്നത് നല്ലതാണെന്ന് പറയുന്നത്. വടക്ക് വശത്ത് ശംഖുപുഷ്പം നടുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ വീടിൻ്റെ വടക്ക് വശത്ത് ഈശാ കോണിൽ അവിടെ നമ്മൾ ശംഖുപുഷ്പം നടുന്നത് ഏറ്റവും നല്ലതാണ്. അവിടെ ശംഖുപുഷ്പം നട്ട് ആ ചെടി വളരുന്ന അനുസരിച്ച് നമ്മുടെ വീട്ടിലെ സാമ്പത്തികത്തിൻ്റെ ഉയർച്ച നമുക്കറിയാൻ പറ്റും. ആ ഒരു വ്യത്യാസം നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അപ്പോൾ ചിലർ പറയും ആ വശത്ത് ചെടി നടാനുള്ള സൗകര്യം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ചെടിച്ചട്ടിക്കകത്താണെങ്കിൽ നിങ്ങൾ വെച്ചാൽ മതി. ചെടിച്ചട്ടിക്കകത്ത് ആ ചെടി നട്ട് വെച്ചാലും മതി. ശംഖുപുഷ്പം നിങ്ങൾക്ക് നല്ല ഐശ്വര്യമായിരിക്കും. അപ്പം നമ്മുടെ വടക്ക് വശത്ത് കിഴക്ക് ഭാഗത്ത് നമുക്ക് നടാൻ പറ്റിയ ചെടിയാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ നീല ശംഖുപുഷ്പവും മഞ്ഞളും കൂടെ ചേർത്ത് നമ്മൾ അവിടെ ഒന്നിച്ച് ഇപ്പം നിലത്താണെങ്കിൽ ഒന്നിച്ച് ഒരു കുഴി എടുത്ത് ആ ഒരു കുഴിക്കകത്തോട്ട് നടുക. അതല്ല ചെടിച്ചട്ടിയിലാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരു ചെടിച്ചട്ടിക്കകത്തോട്ട് നടുക. അങ്ങനെ നട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മുടെ വീട്ടിലെ കടബാധ്യതകൾ കുറയും. നമുക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാകും. നമുക്ക് വീടിന് നല്ല ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച്, ഇത് ചുമ്മാ നട്ടിട്ട് ഉണങ്ങിപ്പോകരുത് കേട്ടോ. ഇത് നട്ട് നിങ്ങളതിന് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് അത് വളർത്തിക്കൊണ്ട് വരണം, എന്നാലേ ഉള്ളൂ. അല്ലാതെ ഇത് നട്ടതിന് ശേഷം അത് അവിടെ നിൽക്കും. നമ്മൾ പിന്നെ അതിന് ഇനിയിപ്പോൾ ഉണക്കൊക്കെ അങ്ങോട്ട് വരാൻ പോകുന്നു, അന്നേരം നമ്മളതിന് വെള്ളം ഒഴിക്കാതൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഉണങ്ങിപ്പോവും. അങ്ങനെ ഉണങ്ങിപ്പോകരുത്. നമ്മളത് വെള്ളം ഒഴിച്ച് നമ്മളത് നല്ല രീതിക്ക് വളർത്തിയെടുക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങളിത് നട്ട് വെച്ച് അതൊന്ന് വാടിപ്പോവോ എടുക്കുകയോ ചെയ്യുന്നു തോന്നിയാൽ അത് മാറ്റി വെച്ച് വേറെ ഉടനെ തന്നെ നമ്മളത് കരിഞ്ഞ് മുഴുവനും പോകാൻ വേണ്ടി നിൽക്കരുത്. അത് വേറെ നിങ്ങളത് വാടി ഇതായത് നമുക്കത് ചില ചെടികൾ കാണുമ്പോൾ നമുക്കറിയാമല്ലോ അത് കിളിർക്കത്തില്ല, അത് പോകും എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളത് മാറ്റിയതിന് ശേഷം വേറെ പുതിയത് നട്ടുവെക്കുക. അല്ലാതെ നിങ്ങളത് മുഴുവനും കരിഞ്ഞു പോകാനായിട്ട് നിർത്തിയേക്കരുത് കേട്ടോ. അത് ഇരട്ടി ദോഷമാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നീല ശംഖുപുഷ്പവും മഞ്ഞളും കൂടെ ഒന്നിച്ച് വെച്ചാൽ നല്ല ഐശ്വര്യമാണ് വീടിന്. അത് നട്ടിട്ടുള്ളവർ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ദിക്കിലേക്ക് കൊണ്ട് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മുക്കൂറ്റിയും കറുകയും നമ്മുടെ വീടിൻ്റെ വടക്ക് വശത്ത് നടുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ജോലിക്കൊക്കെ പോകുന്നവർക്ക് നല്ല ജോലിയിലൊക്കെ നല്ല ഉയർച്ചയും അതിൽ നിന്ന് നല്ല ശമ്പളമൊക്കെ നമുക്ക് കുറവുള്ളവർക്കൊക്കെ ശമ്പളം കൂടുതൽ കിട്ടുകയും അതിൽ നിന്ന് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകുകയും അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുകയും സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാകുകയൊക്കെ ചെയ്യും. മുക്കൂറ്റിയും കറുകയും വീടിൻ്റെ വടക്ക് വശത്ത് നമ്മൾ നട്ടുവെച്ചാൽ, അതുപോലെ തന്നെ മുക്കൂറ്റിയും കറുകയും അവിടെ തന്നെ കിളിർത്ത് വരുവാണെങ്കിൽ ഇരട്ടി ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. മുക്കൂറ്റി തന്നെ കിളുക്കുന്നതന്നെ ഐശ്വര്യമാണ് വീടിന്. മുക്കൂറ്റി തന്നെ കിളുത്ത് വരുന്ന നമുക്ക് നല്ല ഐശ്വര്യമാണ്. അതുപോലെ തന്നെ മുക്കൂറ്റിയും കറുകയും കൂടെ ഒന്നിച്ച് അവിടെ തന്നെ കിളുത്ത് നിൽക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മുക്കൂറ്റിയും കറുകയും കൂടെ മുക്കൂറ്റി നിൽക്കുന്നിടത്തോട്ട് കൊണ്ടുപോയി കറുക വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. കറുക വേറെ എവിടെയെങ്കിലും നിൽക്കുന്നെങ്കിൽ അങ്ങനെ അത് രണ്ടും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന വീടിന് ഭയങ്കര ഐശ്വര്യമാണ്. ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. ചിലർ ഈ മുക്കൂറ്റിയൊക്കെ പറിച്ച് കളയും വീടിൻ്റെ മുറ്റത്ത്. ഒരിക്കലും പറിച്ച് കളയരുത് കേട്ടോ മുക്കൂറ്റി. പിന്നെ മുക്കൂറ്റി നമ്മുടെ വീടിൻ്റെ
തെക്ക് വശത്ത് തെക്ക് കന്നിമൂലയിൽ വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ചിലർ പറയുന്നുണ്ട് നമ്മുടെ ബാക്കിയുള്ള വടക്ക് വശത്തും കിഴക്ക് വശത്തും ഒക്കെ മുക്കൂറ്റി കിളിർക്കുന്നുണ്ടെങ്കിൽ എന്നും പറയുന്നുണ്ട്. കന്നിമൂലയിൽ നിൽക്കുന്നതുകൊണ്ട് വടക്ക് വശത്തും കിഴക്ക് വശത്തും നിൽക്കുന്നത് നമ്മുടെ തെക്ക് വശത്ത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയ്ക്ക് അവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നട്ടിട്ടില്ല കേട്ടോ അവിടെ. എനിക്ക് അങ്ങനെ നടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനവിടെ കിളിർത്ത് വന്നത് കൂടെ പറിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ട് നട്ടു വെക്കത്തേ ഉള്ളൂ. പിന്നെ അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് മഞ്ഞ മുളയും മൈലാഞ്ചിയും കൂടെ ഒന്നിച്ച് നടുന്നത് നല്ല ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ചില വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കാണാമല്ലേ മഞ്ഞ മുള മാത്രമായിട്ട് നട്ടേക്കുന്ന കാണാം. അതൊക്കെ ആ മഞ്ഞ മുള അല്ലെങ്കിലും വീടിന് നല്ല ഐശ്വര്യമാണ്. നമ്മുടെ വീടിൻ്റെ കിഴക്ക് വശത്ത് ഇരിക്കുന്ന ഏറ്റവും നല്ലതാണ്, കിഴക്ക് തെക്ക് വശത്ത് ഇരിക്കുന്ന ഏറ്റവും നല്ലതാണ് മഞ്ഞ മുള. അത് കിളിർത്ത് കയറി വരികയും കൂടെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഇരട്ടി ഐശ്വര്യമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ കൂടെ മൈലാഞ്ചിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇരട്ടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ചെടിയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു ചെടിയിലും നിങ്ങളൊന്ന് നട്ടു നോക്കുക. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ മാറ്റങ്ങൾ എന്നാന്നുള്ളത്. ഞാൻ ശരിക്കും അനുഭവസ്ഥയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ ചെടികളും ഞാനിങ്ങനെ നട്ടു നോക്കിയിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഇതിനോടൊക്കെ കൂടുതൽ വിശ്വാസമായി തുടങ്ങിയത്. നിങ്ങളും ഇതിൽ ഒരെണ്ണയിലും നട്ടു നോക്കുക. അപ്പോൾ ഈ മുളയും മൈലാഞ്ചിയും കൂടെ ഇങ്ങനെ നട്ടാൽ നമുക്ക് സാമ്പത്തിക വർധനം ഉണ്ടാകും, സമ്പത്ത് വർദ്ധിക്കും, കടബാധ്യതകൾ ശരിക്കും നമുക്ക് മാറ്റം വരും. വീട്ടിൽ സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചിലർ പറയും നമ്മൾ എത്ര ഉണ്ടാക്കിയാലും കടം വീടാനേ ഉള്ളെന്ന് പറയുന്ന കേൾക്കത്തില്ലേ. എത്ര പൈസ ഉണ്ടെങ്കിലും നമ്മൾ എത്ര ഉണ്ടാക്കിയാലും നമുക്ക് കടം വീടി നമ്മൾ തീരത്തേ ഉള്ളൂ. നമുക്ക് ഒന്നിനും നമുക്ക് വേറെ ഒരു കാര്യത്തിനും എടുക്കാൻ കാണത്തില്ല. ചിലപ്പോൾ മാസാവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് പറയും ഒന്നുമില്ല കയ്യിൽ, മുഴുവനും തീർന്നു, കടം കൊടുക്കാനുള്ളതേ ഉള്ളായിരുന്നു, കിട്ടിയ ശമ്പളം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ നമുക്ക് ഈ വീടിനകത്ത് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ടുണ്ട് നമുക്കൊന്നും അങ്ങോട്ട് ശരിയാകാതെ വരുന്നത്. അല്ലാതെ നമ്മൾ കഷ്ടപ്പെടാഞ്ഞിട്ടോ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് തികയാഞ്ഞിട്ടോ ഒന്നുമല്ല. നമുക്ക് ഈ നെഗറ്റീവ് ഒരുപാട് കാണും വീടിനകത്ത്. ഞാൻ അതിനാണ് ഉപ്പിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറി പോസിറ്റീവായിട്ടുള്ളത് വരും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു മാറ്റങ്ങൾ വരും. നമ്മുടെ വീടിന് തന്നെ ഒരു ഐശ്വര്യം വരും. അല്ലാതെ നമ്മൾ പറയും ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ്, ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാലും ഈ ചെടികളൊക്കെ നടുന്നവരൊക്കെ ശരിക്കും ഉണ്ട്. ഓരോ ചെടികളും നടുന്നുണ്ട്. ഓരോ വീടിൻ്റെ ഓരോ മൂലയ്ക്ക് ഏത് ചെടികൾ നടണം എന്നൊക്കെ അറിയാവുന്നവരുണ്ട്. അറിയാവുന്നവർ അതുപോലെ തന്നെ നടും. പക്ഷെ അവരത് ആരോടും പറയുകയില്ല. അവരാരോടും പറയാത്ത എന്നു വെച്ചാൽ എനിക്ക് കിട്ടുന്ന നന്മ വേറൊരാൾക്ക് കിട്ടണ്ട എന്നുള്ള ചിന്തയുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കുറേ പേര് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വരും. ചുമ്മാതാണ് നിങ്ങളിങ്ങനെയൊന്നും ചെയ്യരുത്, ഇതൊക്കെ വെറുതെ പറയുന്നത്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, പിന്നെ ചെടി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അത് ആ നെഗറ്റീവ് പറയുന്നവർ അവർക്കതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ നല്ലപോലെ അറിയാം. അത് മറ്റുള്ളവർക്കൂടെ കിട്ടരുത് എന്നുള്ളതുകൊണ്ടാണ് മാത്രമാണ് അവരിതിന് നെഗറ്റീവ് പറയാൻ വരുന്നത്. നിങ്ങളത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. പിന്നെ ഒരു ചെടിയാണ്, പ്രത്യേകിച്ച് ഒരു നഷ്ടം ഉണ്ടാകുന്ന സാധനങ്ങളല്ല. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കേണ്ട. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ചെടികളും അല്ലെങ്കിൽ തൊട്ടയലോകത്തും ഒക്കെ കാണുന്ന സൈസ് ചെടികളുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതിലേതെങ്കിലും ഒരു കമ്പ് കൊണ്ടുവന്ന് വെച്ചൊന്ന് കിളിപ്പിച്ച് നിങ്ങൾക്കൊന്ന് നോക്കി അതിൻ്റെ മാറ്റം വരുമോ ഇല്ലെന്ന് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമുക്ക് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തുളസിത്തറയില്ലേ, തുളസിത്തറ. അതെനിക്കൊന്ന് ഹിന്ദുസിനൊക്കെ ആയിരിക്കും കൂടുതൽ തുളസിത്തറ ഉള്ളത്. അല്ലാത്തവർക്കൊന്നും അങ്ങനെ തുളസിത്തറ എങ്ങനെ ആരും വെക്കാറില്ല. ഹിന്ദുക്കൾ വിളക്കത്തിങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ തുളസിത്തറ വെക്കുന്നത്. അങ്ങനെ തുളസിത്തറ പോലുള്ളടുത്ത് ഈ തുളസി നിൽക്കുന്ന കൂടെ തന്നെ ഒരു മഞ്ഞളും കൂടെ നട്ടു വെക്കാൻ വേണ്ടല്ലോ, നല്ല ഐശ്വര്യമാണ്. ഇനി തുളസിത്തറ ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മുടെ വീടിൻ്റെ വാതിക്കൽ നമ്മൾ ഇറങ്ങുമ്പോഴേ കാണുന്ന രീതിക്ക് തുളസി ഒരു മഞ്ഞളും കൂടെ ഒന്നിച്ച് നട്ടു വെക്കാൻ തുടങ്ങി. അത് രണ്ടും കൂടെ ഒന്നിച്ച് ഒരു ചെടി നട്ടു വെച്ചാൽ മതി. അങ്ങനെ നമുക്കത് കിളുത്ത് കയറി വെച്ചാൽ വീണ്ടും നടവാതൊക്കെ കൊണ്ട് വെക്കാൻ ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ നമുക്ക് കാണാം നമ്മൾ ചെടിയൊക്കെ നട്ടു വെക്കുന്നതിൻ്റെ ആ സൈഡിൽ തന്നെയായിട്ട്. പക്ഷേ നമ്മളത് നല്ല വൃത്തിക്ക് സൂക്ഷിക്കുകയും ചെയ്യണം കേട്ടോ. തുളസിയാണേലും ഈ ചെടികളെല്ലാം നമ്മൾ നല്ല വൃത്തിക്ക് സൂക്ഷിക്കുകയും കൂടി ചെയ്യണം. കൊണ്ട് വേസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ അഴുക്ക് വെള്ളങ്ങൾ ഒഴിക്കുകയോ ഒന്നും ചെയ്യരുത്. അതിലേക്ക് നമ്മൾ അതിൻ്റേതായ ശുദ്ധവൃത്തിയോടുകൂടി നമ്മൾ നോക്കുകയും ചെയ്യണം. ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഇതൊക്കെ ദൈവാനുഗ്രഹങ്ങളുള്ള ചെടികളാണ്. അപ്പം ആ ചെടികളൊക്കെ നമ്മൾ അതുപോലെ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ വീട്ടിൽ അത് നല്ലതായിട്ട് കിളിർത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ അതിലേക്ക് കൊണ്ട് ആവശ്യമില്ലാത്ത പന്ന വെള്ളങ്ങളോ ഒന്നും ഒഴിക്കാനായിട്ട് ഒന്നും പോയേക്കരുത്. നല്ല ഇതായിട്ട് തന്നെ തുളസി, അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ തുളസിയെന്ന് ഇല എടുക്കരുതെന്നാണ് പറയുന്നത്. തുളസിയുടെ പുറത്ത് വെള്ളം കോരി ഒഴിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കാര്യങ്ങളൊക്കെ കുറേയേറെ സത്യങ്ങളാണ് അതൊക്കെ.
അതൊക്കെ അറിയാവുന്നവർ പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ കേട്ട് അതുപോലെ ചെയ്യും. ഞാൻ തുളസിയെന്ന് ഞായറാഴ്ച ദിവസം ഇലയും പറിക്കത്തില്ല, അതൊന്നും തുളസി തൊടാനേ പോകത്തില്ല, അതുപോലെ തന്നെ അതിന് വെള്ളം ഒഴിക്കാൻ പോകത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇത്രയും ചെടികളും നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒന്നിച്ച് നട്ട് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ചെമ്പകവും മന്ദാരവും അതും നമ്മുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് അത് രണ്ടും കൂടെ ഒന്നിച്ച് നട്ടു വെച്ചാലും നമുക്ക് നല്ല ഐശ്വര്യമാണ്. കടങ്ങൾ കുറയും, നമുക്ക് വീടിൽ സമാധാനം, സന്തോഷം, പിന്നെ അസുഖങ്ങൾ, കാര്യങ്ങൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ വീടിനെ ബാധിക്കുകയില്ല. നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും മന്ദാരവും ചെമ്പകവും കൂടെ ഒന്നിച്ച് നട്ടാൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട്. അപ്പം ഇങ്ങനെയുള്ള ചെടികളൊക്കെ നിങ്ങളൊന്ന് നട്ടു നോക്കുക. ഇതെല്ലാം നമ്മുടെ വീടുകളിലൊക്കെ കാണും, ഇല്ലെങ്കിൽ അടുത്ത വീടുകളിലൊക്കെ കാണുന്ന ചെടികളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നമുക്ക് സാമ്പത്തിക വർധനവിനുള്ളതാണ്. അപ്പം നമുക്ക് കടങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒരു ചെടികൾ മാത്രമായിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊന്ന് ശ്രമിച്ച്, ഇത് എല്ലാ മതക്കാർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇന്ന മതക്കാർക്കെന്നില്ല, എല്ലാ മതക്കാർക്കും ഈ ചെടികളൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് നട്ടു വെക്കണം. മുള നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം. ഒരുവിധം വലിയ വീടുകളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മുള അവരുടെ വീടിൻ്റെ മുറ്റത്ത് മിക്കപ്പോഴും മറ്റൊരു ചെടികളും കാണത്തില്ല. ഈ മുളയായിരിക്കും പ്രധാനമായിട്ട് നിർത്തുന്നത്. നല്ല ഇതായിട്ട് നിൽക്കുന്ന കാണാം മുള. അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് ചിലർ പറയും ആയില്യദോഷത്തിന് വേണ്ടിയൊന്നും അല്ല ഈ മുള എല്ലാവരും വെച്ച് പിടിപ്പിക്കുന്നത്. ഈ മുള വെച്ച് പിടിപ്പിച്ച വീടിന് നല്ല ഐശ്വര്യമാണ്. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ മഞ്ഞമുളയാണ് ഏറ്റവും നല്ലത്. മഞ്ഞയും നടും, ചിലർ പച്ച മുളയും നടും. മഞ്ഞ ഫുള്ള് പച്ച, അതിൻ്റെ തണ്ട് വരെ പച്ച ചെയ്തിട്ടുള്ളത്. മഞ്ഞയും പച്ചയും നല്ലതാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലത് മഞ്ഞയാണ്. മഞ്ഞ നടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെയുള്ള മൈലാഞ്ചിയും കാര്യങ്ങളും ഒക്കെ അതിനൊപ്പം അത് രണ്ടും കൂടെ ചേരുമ്പം അത്രയും ഇരട്ടി ഗുണങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇത്രയും ചെടികളുടെ കാര്യങ്ങളാണ് നമുക്കിന്ന് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ. എന്നോട് ചോദിച്ചു മൊസാണ്ട വീട്ടിൽ നടന്നുകൊണ്ട് ദോഷമുണ്ടോ എന്ന് കമൻറ്റിലൂടെ ചോദിച്ചാണ്. മൊസാണ്ട നടന്നത് ദോഷമാണെന്ന് ഇങ്ങനെ ഒത്തിരി പേര് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയട്ടെ, മൊസാണ്ട എനിക്ക് ദോഷമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ചെടിച്ചട്ടിയിൽ വെള്ള മൊസാണ്ട നട്ടിട്ടുണ്ട്, വെള്ള മൊസാണ്ട നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുമുണ്ട് മൊസാണ്ട. ആ വീട്ടിലൊന്നും അങ്ങനെ ദോഷങ്ങളും പ്രശ്നങ്ങളും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം മിക്കവരും പറയുന്നൊരു കാര്യമാണ് മൊസാണ്ട നടല്. പക്ഷേ എൻ്റെ കുഞ്ഞിലേ മുതൽ ഞാൻ എല്ലാ വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് മൊസാണ്ട നട്ട് നല്ല ഇതായിട്ട്. എൻ്റെ അനുഭവം വെച്ച് മൊസാണ്ട എനിക്ക് അങ്ങനെ ഒരു മോശം ചെടിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. മൊസാണ്ട നല്ലൊരു ഇതായിട്ട് പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരും അതിൻ്റെ ഇനി നടുന്ന ഏതെങ്കിലും സ്ഥാനത്തിൻ്റെ വല്ലതൊക്കെ ആയിരിക്കാം. പക്ഷേ എന്നാൽ എൻ്റെ വീട്ടിൽ എനിക്ക് വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ചെടിച്ചട്ടിയിലാണ് അതും നട്ടു വെച്ചേക്കുന്നത്. വെള്ള മൊസാണ്ടയാണ്. ഒത്തിരി കളറുണ്ട്, റോസ് കളറുണ്ട്, ചുവപ്പ് കളറുണ്ട്, വെള്ള കളറുണ്ട്. എനിക്ക് ചുമപ്പും ഭയങ്കര ഇഷ്ടമാണ്, വെള്ളയും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കളറും ഇഷ്ടമാണ്, പക്ഷേ ഇച്ചിരിയോടെ കൂടുതൽ ഇഷ്ടം ചുവപ്പും വെള്ളയാണ്. അപ്പോൾ ഇവിടെ വെള്ളം ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കത് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇനി അറിയത്തില്ല, അതിനെപ്പറ്റി എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷേ ഞാൻ വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് മൊസാണ്ട ഉണ്ട് താനും ചെടിച്ചട്ടിയിൽ. വലിയ മരമായിട്ടൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയ ചെടിയായിട്ടാണ് നിൽക്കുന്നത്. മൊസാണ്ട സാധാരണ വലിയ മരമാകുന്ന നമ്മൾ നിലത്ത് നട്ട് വെച്ചാൽ വലിയ പടർന്ന് പന്തലിച്ച് കിടക്കും. പക്ഷേ ഇത് ചെടിച്ചട്ടിയിലായതുകൊണ്ടായിരിക്കാം ഒരുപാട് പടർന്ന് പന്തലിച്ചിട്ടൊന്നുമില്ല, ഒരു കൊച്ചു ചെടിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോടും കൂടെ ഞാൻ പങ്കുവെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ.